എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് കീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രെഡ്ഷീറ്റിലുള്ള കുറച്ച് ഷോർട്ട് കട്ട് കീസ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ബാക്കിയുള്ള സ്പ്രെഡ്ഷീറ്റിലുള്ള പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീസും അതിൻ്റെ കൂടെ തന്നെ പവർ പോയിന്റിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീസുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം നേരിട്ട് നമുക്ക് ബാക്കി ഷോർട്ട് കട്ട് കീസിലേക്ക് പോവാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്പ്രെഡ്ഷീറ്റിലെ കുറേ ഷോർട്ട് കട്ട് കീസ് പറഞ്ഞു. അതിൻ്റെ ബാക്കി എന്നോണം അടുത്തതാണ് പറയുന്നത് Ctrl+9. Ctrl+9 എന്തിനാന്ന് പറഞ്ഞാൽ ഹൈഡ് സെലക്റ്റഡ് റോ. നമ്മൾ നേരത്തെ Ctrl+0 ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു? ഹൈഡ് സെലക്റ്റഡ് കോളംസ് അല്ലെ. അതേപോലെ Ctrl+9 എന്തിനാണ്? സെലക്ട് ചെയ്തിട്ടുള്ള ചില റോകൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനുള്ളതാണ് ഷോർട്ട് കട്ട് കീ ആണ് ഏത്? Ctrl+9. ഇനി അടുത്തത് Ctrl+സെമിക്കോളൻ. Ctrl+സെമിക്കോളൻ എന്തിനാണെന്ന് വെച്ചാൽ കറന്റ് ഡാറ്റയിലേക്ക് എത്താൻ. വേണ്ടിയിട്ടാണ് ഇത് Ctrl+സെമിക്കോളൻ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് Ctrl++ ആണ്. Ctrl++ എന്താ? ഇൻസേർട്ട് എ റോ. ഒരു റോ ഇൻസേർട്ട് ചെയ്യാൻ. ഇൻസേർട്ട് എ റോ. ഒരു റോ ഇൻസേർട്ട് ചെയ്യാനാണ് Ctrl+ അറിയാം. ഇനി Ctrl+- നമ്മൾ ഇൻസേർട്ട് എ കോളം അല്ല, പകരം ഡിലീറ്റഡ് സെലക്റ്റഡ് റോ അല്ലെങ്കിൽ കോളം. അതായത് നമുക്ക് ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം നമുക്ക് അവിടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആ കോളം സെലക്ട് ചെയ്യുന്നു, അല്ല ആ റോ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യുന്നു. അതിനാണ് Ctrl+- അല്ലെങ്കിൽ Ctrl+- സൈൻ. ഓക്കെ, ഇപ്പം ഈ 4 ക്ലിയർ അല്ലേ? Ctrl+9 എന്താണ്? ഹൈഡ് സെലക്റ്റഡ് റോ. Ctrl+സെമിക്കോളൻ കറന്റ് ഡാറ്റയിൽ എത്താൻ. Ctrl++ സൈൻ എന്തിനാ? ഇൻസേർട്ട് എ റോ. ഒരു റോ ഇൻസേർട്ട് ചെയ്യാൻ. Ctrl+- എന്താണ്? ഡിലീറ്റഡ് സെലക്റ്റഡ് റോ അല്ലെങ്കിൽ കോളം. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കോളം അല്ലെങ്കിൽ റോയോ ഒക്കെ ഡിലീറ്റ് ചെയ്യാനാണ് Ctrl+- ഇത് ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. അടുത്ത് നമ്മൾ പറയുന്നത് Ctrl+. ഇപ്പൊ നമ്മളിപ്പം പറഞ്ഞത് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ, അതേപോലെ ഡിലീറ്റ് ചെയ്യാൻ, ഒരു റോ ഇൻസേർട്ട് ചെയ്യാൻ, അതേപോലെ ഒരു കോളം അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് Ctrl+T ആണ്. Ctrl+T എന്തിനാന്ന് വെച്ചാൽ ക്രിയേറ്റ് എ ടേബിൾ. നമ്മൾ സ്പ്രെഡ്ഷീറ്റിലാണ് നമ്മൾ എന്താണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ സ്പ്രെഡ്ഷീറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടേബിൾ അവിടെ വേണം. അപ്പൊ നേരിട്ട് അതിന്റെ ഓപ്ഷനിലേക്ക് പോവാതെ നമുക്ക് ഷോർട്ട് കട്ട് ആക്കിയിട്ട് എങ്ങനെ ചെയ്യാം? Ctrl+T. അതാണ് ക്രിയേറ്റ് എ ടേബിൾ. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഇത് Ctrl+T. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഇനി കുറച്ച് വലിയ ഷോർട്ട് കട്ട് കീ ആണ്. അടുത്തത് നമ്മൾ പറയുന്നത് Ctrl+Shift+. Ctrl+Shift+# നമുക്ക് ഉപയോഗിക്കുക എന്തിനാന്ന് വെച്ചാല് കൺവേർട്ട് ടു ഡാറ്റ ഫോർമാറ്റ്. അതായത് നമുക്കുള്ള ഡാറ്റേന്റെ ഈ ഫോർമാറ്റ് നമുക്ക് എന്തെങ്കിലും കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഷോർട്ട് കട്ട് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീസ് ആണ് ഇത് Ctrl+Shift+ എന്ത് ചെയ്യാ? ആഷ്. അപ്പം കൺവേർട്ട് ടു ഫോർമാറ്റ്.
ഇങ്ങനെ എഴുതിയാൽ പോരെ. കൺവേർട്ട് ടു ഫോർമാറ്റ് അല്ലെ, കൺവേർട്ട് ടു ഫോർമാറ്റ് അല്ലെങ്കിൽ കൺവേർട്ട് ടു ഡാറ്റ ഫോർമാറ്റ് എന്ന് എഴുതാം. കൺവേർട്ട് ടു ഡാറ്റ ഫോർമാറ്റ്. ഡാറ്റ ഫോർമാറ്റ് കൺവേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ചെയ്യാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ആഷ്. ഇനി അടുത്തത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡോളർ. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡോളർ എന്തിനാണ്? നമുക്ക് എന്താ കൺവേർട്ട് ടു കൺവേർട്ട് ടു, അതായത് നമ്മളിപ്പോ സ്പ്രെഡ്ഷീറ്റിലല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പൊ കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ നമുക്ക് കറൻസി ഫോർമാറ്റിലേക്ക് ഒന്നിനെ മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഇത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡോളർ. എന്താണ്? കൺവേർട്ട് ടു കറൻസി ഫോർമാറ്റ്. കൺവേർട്ട് ടു കറൻസി ഫോർമാറ്റ്. കറൻസി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡോളർ. ഡാറ്റ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എന്ത് ആഷ്. ഇത് ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റ് നമ്മൾ പറയുന്നത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പെർസെൻറ്റേജ്. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പെർസെൻറ്റേജ്. ഇത് എന്തിനാണ്? കൺവേർട്ട് ടു പെർസെൻറ്റേജ് ഫോർമാറ്റ്. എന്താണ്? കൺവേർട്ട് ടു പെർസെൻറ്റേജ് ഫോർമാറ്റ്. പെർസെൻറ്റേജ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പെർസെൻറ്റേജ്. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ കറക്റ്റ് സ്പ്രെഡ്ഷീറ്റിൽ മാത്രം വരുന്ന ഷോർട്ട് കട്ട് കീസ് ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ഷോർട്ട് കട്ട് കീസ് പഠിക്കുക. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അതിന് മുന്നേ പ്രീവിയസ് ആയി പഠിച്ച ഷോർട്ട് കട്ട് കീസും കൂടെ റിപ്പീറ്റ് ചെയ്ത് പോവുക. ഇനി അടുത്തത് ഓൾട്ട് പ്ലസ് ഈക്വൽ. അടുത്തതാണ് ഓൾട്ട് പ്ലസ് ഈക്വൽ. ഓൾട്ട് പ്ലസ് ഈക്വൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻസേർട്ട് ഓട്ടോസം ഫോർമുല. എന്തിനാണ്? ഇൻസേർട്ട് ഓട്ടോസം ഫോർമുല. ഓട്ടോസം ഫോർമുല ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾട്ട് പ്ലസ് ഈക്വൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് കൺട്രോൾ പ്ലസ് ഹോം. അടുത്തത് കൺട്രോൾ പ്ലസ് ഹോം. ഇതെന്താണ്? നമുക്ക് ഫസ്റ്റ് സെല്ലില്ലേ, അതായത് നമ്മളിപ്പം വേർഡിലാണെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് എന്നല്ലേ നമ്മൾ പറയുക. അപ്പം ഇവിടെ സ്പ്രെഡ്ഷീറ്റിലാകുമ്പം ഇവിടെ സെല്ലുകളാണ് അല്ലേ, A1 A2 അങ്ങനെ പറഞ്ഞിട്ടുള്ള സെല്ലുകളാണ്. അപ്പം ആദ്യത്തെ സെല്ലിലേക്ക് എത്താൻ അതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് ഹോം ഉള്ളത്. അപ്പം കൺട്രോൾ പ്ലസ് ഹോം എന്തിനുള്ളതാണ്? മൂവ് ടു സെൽ 1. മൂവ് ടു സെൽ 1 ഫസ്റ്റ് സെല്ലിലേക്ക് എത്താനുള്ളതാണ് കൺട്രോൾ പ്ലസ് എന്ത് ഹോം. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സെറ്റാണ് നമ്മൾ പറയുന്നത് അടുത്ത സെറ്റ് ഓൾട്ട് പ്ലസ് എൻ്റർ. ഓൾട്ട് പ്ലസ് എൻ്റർ. ഓൾട്ട് പ്ലസ് എൻ്റർ കീ എന്തിനാ യൂസ് ചെയ്യുക? ഓൾട്ട് പ്ലസ് എൻ്റർ കീ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലിൽ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സെല്ലിൽ തന്നെ നമുക്ക് പുതിയൊരു ലൈന് കൂടി ആഡ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. അതിനാണ്. അപ്പം start a new line in a same cell. Start a new line in the same
സെൽ. അതായത് ഒരേ സെല്ലിൽ തന്നെ പുതിയൊരു ലൈന് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾട്ട് പ്ലസ് എന്റർ എന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ അടുത്തത് പറയുന്നത് ഓൾട്ട് പ്ലസ് F4 ആണ്. ഓൾട്ട് പ്ലസ് F4 എന്തിനാന്ന് വെച്ചാൽ എക്സിറ്റ്. ആ സെല്ലിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണം. അതിനാണ് എക്സിറ്റ് സെൽ അല്ലെ. ആ സെല്ലിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന സെല്ലിന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഓൾട്ട് പ്ലസ് F4. നമ്മൾ ഒരു പുതിയൊരു ലൈന് അതേ സെല്ലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് എന്ത് ഓൾട്ട് പ്ലസ് എന്റർ. ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മളെ സ്പ്രെഡ്ഷീറ്റിലുള്ള പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീസ്. അപ്പം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏകദേശം ഓൾമോസ്റ്റ് റിപ്പീറ്റ് ചെയ്തതും വരാൻ സാധ്യതയുള്ള എല്ലാ ഷോർട്ട് കട്ട് കീസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഷോർട്ട് കട്ട് കീസ് പഠിക്കുക. പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് MS വേർഡിലുള്ള ഷോർട്ട് കട്ട് കീസ് ഉണ്ടാവും. അപ്പം അത് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ അതും കൂടെ നോക്കുക. രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക. മറ്റ് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പം കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പം വേർഡത്തെയും സ്പ്രെഡ്ഷീറ്റത്തെയും ഷോർട്ട് കട്ട് കീസ് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പവർ പോയിന്റിലുള്ള ഷോർട്ട് കട്ട് കീസ് പഠിക്കാം. അപ്പം വേർഡിലെയും സ്പ്രെഡ്ഷീറ്റിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പവർ പോയിന്റിൽ വളരെ കുറച്ച് ഷോർട്ട് കട്ട് കീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് പഠിക്കാം. ഒരു 10 കുറവാണ്. അപ്പൊ അത് നമുക്ക് അതും കൂടെ പഠിച്ചു തീർത്താല് നമുക്ക് എന്താവും, കമ്പ്യൂട്ടറിലുള്ള ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീസുകളൊക്കെ തീരും. അപ്പൊ നമുക്ക് ഇനി ഏതാ പവർ പോയിന്റിലുള്ള പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീസ് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ട ഒരു ഷോർട്ട് കട്ട് കീ ആയിരുന്നു F5. അതെന്തായിരുന്നു? സ്ലൈഡ് ഷോ അല്ലേ? സ്ലൈഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് F5. ഇത് വേഗം കഴിയും. പിന്നെ F7, ഇവിടെ ഫങ്ഷണൽ കീസ് ആണ് കൂടുതലുള്ളത്. F7 എന്തിനുള്ളതാണ്? സ്പെൽ ചെക്കിന്. അതായത് നമ്മളിപ്പോ ഒരു പ്രസന്റേഷൻ ക്ലിയർ ആക്കി അല്ലെങ്കിൽ സ്ലൈഡ് ക്ലിയർ ഇതാക്കി, അപ്പൊ നമുക്ക് അതിലുള്ള എന്തെങ്കിലും എഴുതിയതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് നോക്കാൻ എന്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഫങ്ഷണൽ കീ യൂസ് ചെയ്താൽ മതി. സ്പെൽ ചെക്കിന് വേണ്ടിയിട്ടാണ് ഇത് F7. ഓക്കെ. അപ്പം F5 സ്ലൈഡ് ഷോയ്ക്കാണ്. F7 എന്തിനാണ്? സ്പെൽ ചെക്കിനാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് F12 ആണ്. അടുത്ത് നമ്മൾ പറയുന്നത് F12 ആണ്. F12 സേവ് ആസ് ആണ്. സേവ് ആസ് മറന്നു പോവരുത്. സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ സേവിനായിരുന്നു പറഞ്ഞത്, ഇവിടെ സേവ് ആസ് ആണ് വരുന്നത്. F12 സേവ് ആസിനാണ്. ഇനി അടുത്തത് എസ്കേപ്മെന്റ് കീ അല്ലെ, എസ്കേപ്മെന്റ് ബട്ടൺ. എസ്കേപ്മെന്റ് എന്തിനാണ്? എൻഡ് ഓഫ് ദി സ്ലൈഡ്, സോറി എൻഡ് ഓഫ് ദി സ്ലൈഡ് ഷോ. എൻഡ് ഓഫ് എ സ്ലൈഡ് ഷോ അല്ലെ എൻഡ് ഓഫ് ദി സ്ലൈഡ് ഷോ. സ്ലൈഡ് ഷോന്റെ അവസാന ഭാഗത്തെത്താനാണ് എന്ത്? എസ്കേപ്മെന്റ് ബട്ടൺ. ഇനി അപ്പൊ ഇത് ക്ലിയർ അല്ലേ? F5 എന്ന് പറയുന്നത് സ്ലൈഡ് ഷോ, F7 സ്പെൽ ചെക്കിന്, F12 സേവ് ആസിന്, എസ്കേപ്മെന്റ് ബട്ടൺ എൻഡ് ഓഫ് സ്ലൈഡ് ഷോ അല്ലേ? സ്ലൈഡ് ഷോന്റെ അവസാനത്തിന്. ഇനി അടുത്ത സെറ്റ് നമ്മൾ നോക്കുന്നത് കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഓർത്ത് വെക്കാനും പറ്റും, പവർ പോയിന്റിലുള്ളതായിരിക്കും. ഇനി അടുത്തത് കൺട്രോൾ പ്ലസ് ഡി. കൺട്രോൾ പ്ലസ് ഡി എന്തിനാന്ന് വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിന് വേണ്ടിയിട്ടാണ്. നമുക്കൊരു സ്ലൈഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണം. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഇത് കൺട്രോൾ പ്ലസ് ഡി. ഇനി കൺട്രോൾ പ്ലസ് എം, ഇത് നമ്മൾ അവിടെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കൺട്രോൾ പ്ലസ് എം എന്തിനാണ്? ന്യൂ സ്ലൈഡിന്, പുതിയ സ്ലൈഡിന് വേണ്ടിയിട്ടാണ് ഇത് കൺട്രോൾ പ്ലസ് എം വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഷിഫ്റ്റ് പ്ലസ് F5. ഷിഫ്റ്റ് പ്ലസ് F5. ഷിഫ്റ്റ് പ്ലസ് F5 എന്തിനാ വെച്ചാല് വ്യൂ സ്ലൈഡ് ഷോ ഫ്രം ദി കറന്റ് സ്ലൈഡ്.
ഷിഫ്റ്റ് പ്ലസ് F5 എന്തിനാ വെച്ചാൽ വ്യൂ സ്ലൈഡ് ഷോ ഫ്രം ദി കറണ്ട് സ്ലൈഡിലുള്ള സ്ലൈഡ് ഷോ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ഷിഫ്റ്റ് പ്ലസ് F5. വ്യൂ സ്ലൈഡ് ഷോ ഇൻ ദ കറണ്ട് സ്ലൈഡ് അല്ലേ? കറണ്ട് സ്ലൈഡിലുള്ള സ്ലൈഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷിഫ്റ്റ് പ്ലസ് F5. അപ്പൊ എന്താണ് കൺട്രോൾ പ്ലസ് D എന്ന് പറയുന്നത് എന്താ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡിന്, കൺട്രോൾ പ്ലസ് M ന്യൂ സ്ലൈഡിന്, കൺട്രോൾ പ്ലസ് F5 വ്യൂ സ്ലൈഡ് ഷോ ഇൻ ദി കറണ്ട് സ്ലൈഡ്. അപ്പൊ ഇത്രയുമാണ് പവർ പോയിന്റിലുള്ള പ്രധാനപ്പെട്ട റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള ഷോർട്ട് കട്ട് കീസ്. അപ്പൊ ഇത്ര ഓൾമോസ്റ്റ് വേർഡത്തതായാലും ഇനി സ്പ്രെഡ്ഷീറ്റ് ആയാലും പവർ പോയിന്റ് ആയാലും നമ്മൾ ഷോർട്ട് കട്ട് കീ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായി എല്ലാ ഷോർട്ട് കട്ട് കീസും പഠിക്കുക. അപ്പൊ ഇത്രയും നന്നായി പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സെക്ഷനിൽ വരുന്ന ഷോർട്ട് കട്ട് കീസ് എന്നുള്ള ക്വസ്റ്റ്യൻസിന് ഫുള്ള് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോൾ ഒരു 4-5 ക്ലാസ് ആയിട്ടാണ്, 4 ക്ലാസ്സിൻ്റെ അടുത്തുണ്ടാവും ഷോർട്ട് കട്ട് കീസ് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്പ്രെഡ്ഷീറ്റിന്റെ 2 എണ്ണം, അതേപോലെ ലാസ്റ്റത്തേലാണ് പവർ പോയിന്റും കൂടെ ആഡ് ചെയ്തത്. പിന്നെ അതേപോലെ വേർഡത്തതും നമ്മൾ അതേപോലെ തന്നെ 2 എണ്ണം വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഷോർട്ട് കട്ട് കീസ് ഒക്കെ നന്നായി പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടും അതേപോലെ എഴുതി വെച്ചിട്ടും ഒക്കെ പഠിക്കുക. എന്നാൽ മാത്രമേ ഷോർട്ട് കട്ട് കീസ് നിങ്ങൾക്ക് തലയിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കമ്പ്യൂട്ടറിന്റെ പുതിയ സെക്ഷനെ കുറിച്ചുള്ള ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.